കൊല്ലം ചടയമംഗലത്ത് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ കൊലപാതകം. ചടയമംഗലം സ്വദേശി നൌഷാദാണ് കൊല്ലപ്പെട്ടത്. ചടയമംഗലം ബിവറേജിന് സമീപം അടഞ്ഞുകിടക്കുന്ന കള്ളുഷാപ്പിലായിരുന്നു കൊലപാതകം അരങ്ങേറിയത്. പ്രതിയായ കരകുളം സ്വദേശി വിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഷാപ്പ് 6-7 മാസം കൊണ്ട് അടഞ്ഞിടുന്നതാണ്. ഇങ്ങനെ ലൈസൻസ് പുതുക്കി ഇന്ന് ഞങ്ങൾ ഷാപ്പ് നോക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഇറങ്ങി ഓടുന്നു. അങ്ങനെ വെള്ളം കെട്ട് പേളിലോട്ട് കയറി ചെന്നപ്പം സൗണ്ട് കേട്ട് പേളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരുത്തൻ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അപ്പോഴത്തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ വന്ന് ഇവരെ എടുത്ത് കൊണ്ടുപോയി ചെയ്തു. നേരത്തെ നമ്മൾ പരിചയമുള്ളൊരു കക്ഷിയാണ് വരുന്നൊരുത്തനായിരുന്നു. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് സംഭവിച്ചത്? നമ്മൾ എല്ലാ കൊലപാതകങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ജില്ലയിലെ. പക്ഷേ ഈ കൊലപാതകത്തിന്റെ മൂല കാരണം ലഹരി തന്നെയാണ്. ലഹരിക്കടിമപ്പെട്ട 2 യുവാക്കൾ ഉണ്ടായ ഒരു തർക്കം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കൊല്ലം ചടയമംഗലത്താണ് 56-കാരനെ സിമന്റ് കട്ട കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ചടയമംഗലം സ്വദേശിയായ നൌഷാദാണ് മരിച്ചത്. പ്രതി ദിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ഇരുവരും അടഞ്ഞു കിടന്നിരുന്ന ഒരു കള്ളുഷാപ്പിൽ എത്തുകയും മദ്യപിക്കുകയും ചെയ്തു. പരസ്പരമുള്ള തർക്കം എന്ന് ആരോപിച്ചായിരുന്നു പരസ്പരം തർക്കമുണ്ടായത്. ഈ തർക്കം വലിയൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങി. അങ്ങനെ ഒരു സിമന്റ് കട്ടയെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസ് എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്ത് വരുന്നു. ടോം, യെസ്, വെറൊരു സാമ്പത്തിക തർക്കത്തിനപ്പുറം മറ്റേതെങ്കിലും വ്യക്തിവിരോധം ഈ സംഭവത്തിന് പിന്നിലുണ്ടോ? അത്തരം കാര്യങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ വ്യക്തിവിരോധം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. ഇരുവരും നന്നായിട്ട് മദ്യപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മദ്യലഹരിയിലുണ്ടായ ഒരു കൊലപാതകം തന്നെയാണ്. പോലീസ് ആ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ മദ്യപിക്കുന്നതിനിടയിൽ ഒരാളുടെ പണം നഷ്ടപ്പെട്ടു. ഇതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമായിരുന്നു ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും ക്രൂര കൊലപാതകമാണ്. മുഖം വ്യക്തമാകാത്ത രീതിയിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അത്രത്തോളം ക്രൂരമായിട്ട് ഈ ഇരുമ്പ് കട്ട ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ടോം. എന്തായാലും ഇയാളുടെ മൃതശരീരം ഇപ്പോൾ കടക്കിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ടോം. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.